നമുക്ക് എന്നും ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു ഔഷധം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ എന്നാണ് ഞാൻ പറയുക. ടർമറിക്. അതായത് അകത്ത് കഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് ഉപയോഗിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് രണ്ട് ഉപയോഗങ്ങൾ നമ്മൾ പറയാം. അതായത് നമ്മുടെ ഫേഷ്യൽ ഹെയർ വരെയാണ് അല്ലെങ്കിൽ മുഖത്തുണ്ടാകുന്ന രോമ വളർച്ചയ്ക്ക് മഞ്ഞളിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ തന്നെ പ്രമേഹത്തിന് ഏറ്റവും നല്ല മരുന്ന്, വേറെ എന്തൊക്കെ മരുന്നുകളുണ്ട്, ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മരുന്ന് പ്രമേഹത്തിനുള്ളതാണ്. പിന്നെ പൊതുവെ ഒരു സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് അൾഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസിന്. എന്തുകൊണ്ടാണെന്നുള്ള ആ സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളിൽ ഇറങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അൾഷിമേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് സഹായിക്കുന്നതാണ് പറയുന്നത്. അതേപോലെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ടും ഈ പറയുന്ന മഞ്ഞളുടെ ഉപയോഗം നല്ലതാണ്. സോ മഞ്ഞൾ നമുക്ക് നിത്യം ഒരു ശീലമാക്കാൻ പറ്റിയതാണ്. നമ്മൾ എക്സ്റ്റേണലി ആണെങ്കിലും ബ്യൂട്ടി കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാം. അല്ല, കുറച്ചും കൂടി ഒരു ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇന്റേണലി, അതായത് അകത്ത് മഞ്ഞൾ കഴിക്കുന്ന ഉപയോഗം നമ്മുടെ കറികളിലും അല്ലാതെയൊക്കെ മഞ്ഞൾ കഴിക്കുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ അലർജി സ്ഥിരമായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മഞ്ഞൾ വളരെയധികം ഗുണം ചെയ്യും. സോ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു ആരോഗ്യം നോക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം.